പാചകം അറിയണമെന്നുണ്ടോ? കുറച്ച് വേണം, ജീവിക്കണ്ടേ? ആണായാലും പെണ്ണായാലും ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അവളെ ആ കഴിവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നേ കൊണ്ടുപോകാം. അല്ലാതെ അവൾ അടുക്കളപ്പണി ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നേക്കും, രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് പോകാൻ സമയമായി 10 മണിക്ക്. എന്തുകൊണ്ട് ഒരാൾ ഒരു ബ്രെഡ് ഓംലെറ്റ് ഹെൽപ്പ് ചെയ്ത് അവളെ വിട്ടൂടാ? പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ. നമസ്കാരം. ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖ നടിയിൽ ഒരാളായിരുന്നു ആനീസ്. അവരുടെ അമൃത ടി വിയിലെ കിച്ചൺ പ്രോഗ്രാം, ആനീസ് കിച്ചൺ എന്ന് പറയുന്ന പ്രോഗ്രാം നിരവധി തവണ ട്രോളുകൾ കൊണ്ട് നിറയാറുണ്ട്. കാരണം ആനിയുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളാണ് പലപ്പോഴും ആനീസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ട്രോളുകളിലേക്കൊക്കെ വഴിതിരിയുന്നത്. ഇപ്പോഴത്തെ ആനിയുമായി ബന്ധപ്പെട്ട ഒരു ട്രോൾ എടുത്തുകൊണ്ട് ആനിയുടെ മകൻ ഋഷിൻ തന്നെ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അമ്മയെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. എന്നാൽ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ അമ്മയെ കൊണ്ട് ഇപ്പം നമുക്കത് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അമ്മയുടെ സംഭവം എന്താന്നുള്ളത് നമുക്കറിയാം. ഇച്ചിരി പ്രശ്നമാവും തോന്നുന്നു. ഒരു സ്ത്രീ അമ്മയാണോ? അടുത്ത കോളുമായിട്ട് വന്നേക്കുമെന്നോ? എന്താ ഞാനിപ്പോ സേവ് വെച്ചു. Guys, she is not ready for this. Okay, Annie ചേച്ചിയുടെ comment will ruin her peace. എന്നാ കോലമാ പ്രിയൊക്കെ ചേച്ചി കാണിക്കുന്നോ? ഞാനത് പ്രിയങ്ക നായർ ചേച്ചി പോലെ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പോലെ ആക്കിയാലോ എന്നാലേ. എന്റെ ദൈവമേ, നല്ല ഒരു ഇങ്ങനെ ഇരുന്ന കോച്ച് ഇങ്ങനെ പാക്ക് പോലെ ആയിപ്പോയി. സത്യം, ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഗ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷെ ആ ഗ്ലോവിനെ കുറിച്ച് പുള്ളിക്കാരി മെൻഷൻ ചെയ്യുന്നത് ആകെ മെലിഞ്ഞു പോയല്ലോന്നാണ്. പോയല്ലോ. സോ നമ്മളൊന്ന് വെയിറ്റ് കുറഞ്ഞാല് ഇവര് തന്നെ ബോഡി ഷെയിം ചെയ്യും. അയ്യോ വണ്ണം വെച്ചു, അവര് തന്നെ ഓക്കെ അല്ല രണ്ട് സൈഡിലും. വണ്ണം വെച്ചാലും കുഴപ്പമാണ്, വണ്ണം വെച്ചില്ലെങ്കിലും കുഴപ്പമാണ്. ഒരു മാറ്റം ആനീസ് കിച്ചണിൽ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു സെയിം വേറെ ആരുടെയോ വീഡിയോ ഞാൻ കണ്ടിരുന്നു, പുള്ളിക്കാരി ഇതുപോലെ തന്നെ ബോഡി ഷെയിം ചെയ്തു. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പെൺകുട്ടികൾ ആനീസിൻ്റെ വീഡിയോസിനെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആനീസ് പലപ്പോഴും ആളുകളെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പഴയ ചിന്താഗതിയാണ്, ഒരു കുലസ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ വീഡിയോ വെച്ചിട്ടാണ് മകൻ അമ്മയെ വീണ്ടും റോസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അമ്മയോട് ചോദിക്കുന്നുണ്ട്, കുലസ്ത്രീ അമ്മയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മകൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ അമ്മയുടെ ഒപ്പീനിയൻ എന്താണ്, ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ആനിയോട് ചോദിച്ചറിയുന്നുണ്ട്. ആനി അതിന് മറുപടി പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള ഉത്തരങ്ങളാണ്. ചോദിച്ചതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം പോലും അവർ പറയുന്നില്ല എന്നുള്ളതാണ്. അവർ ആ ഒരു പെൺകുട്ടിയെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. കാരണം ഒരു പാക്ക് പെട്ടി പോലെയായി എന്നൊക്കെ പറഞ്ഞ് ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരതിനെ ന്യായീകരിക്കുന്നത് അത് അവരുടെ അവർക്ക് ഒരു ക്രെഡിറ്റ് കൊടുത്തതാണ്, അല്ലെങ്കിൽ അവർ അത്രത്തോളം എന്താ പറയുക ഡെഡിക്കേഷൻ ചെയ്തതിന് ഞാൻ അത്ഭുതത്തോടെ അവരെ നോക്കി പറഞ്ഞതാണ് എന്ന രീതിയിലാണ് അതിനെ സംസാരിക്കുന്നത്. അതുകൂടി കണ്ടു നോക്കാം നമുക്ക്. അതൊക്കെ പറഞ്ഞു ആ രാമകുട്ടിയുടെ വേഷം ചെയ്യാൻ കുറച്ചൊന്ന് ലീനാവണം. അപ്പൊ ആരും എന്നോട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചില്ല. ഈ സെയിം സാധനം ഞാൻ പ്രിയങ്കയോട് ചോദിച്ച പോലെ ഡെഡിക്കേഷൻ ആയിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഓരോ സിനിമ അഭിനയിച്ച് വരുമ്പോഴായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കമൽഹാസൻ സാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലെജൻസിനെയൊക്കെ മുന്നിൽ കണ്ടിട്ട് ഈ കുട്ടികൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ള ഒരു അതിശയമായിരുന്നു എന്റെ മൊത്തം. അല്ലാതെ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യാനോ, ഒരു സ്ത്രീകളെ ഒരിക്കലും, ഒരു പെൺകുട്ടിയായാലും ശരി, ഒരു സ്ത്രീ ആയാലും ശരി, ഒരു അമ്മയായാലും ശരി, അക്കോർഡിംഗ് ടു മീ എനിക്ക് ഒരിക്കലും ഒരു ക്യാരക്ടറിൽ ആരെയും ഇൻസൾട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും എന്തായാലും ആനീസ് പലപ്പോഴും പല ഗസ്റ്റിനെയും വിളിച്ചിട്ട് ഇതുപോലെയുള്ള ചോദ്യോത്തരവേളയിൽ ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്, ബോഡി ഷെയിം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കുലസ്ത്രീ ചമയാറുണ്ട്. പലപ്പോഴും ഇതൊക്കെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വീഡിയോയും കൂടി കാണാം. ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സോ let her do it. If some other girl is not liking it, give her the freedom not to do it. അല്ല, വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കിയേ പറ്റുള്ളെങ്കിൽ ഉണ്ടാക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. ബട്ട് അതിനൊരു ആണും പെണ്ണും ഉള്ളൊരു അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓക്കെ. അപ്പൊ അവരവന്റെ ടേസ്റ്റിനനുസരിച്ച് വിട്ടുകൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം, എന്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോറം തികയ്ക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായോ, ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു മനസ്സിന്റെ ഇതാണ്. അത് എനിക്കും ചില സമയം അങ്ങനെ തോന്നാറുണ്ട്. ഗസ്റ്റ് വരുമ്പോ എനിക്കും തോന്നും കൊറേ ഒക്കെ ഉണ്ടാക്കണം, അത് തോന്നും. പക്ഷെ ഡെയിലി ഇത് ഉണ്ടാക്കുമ്പോഴേ
അത് ഇഷ്ടമല്ല ചേട്ടാ, കുക്കിംഗ് ഇഷ്ടമല്ല ചേട്ടാ. പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ അതാണ് എനിക്ക് മനസ്സിലാത്തത്. നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല ബട്ട് സ്റ്റിൽ അല്ലേ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇതൊരു പാർട്ട് ഓഫ് ദ ലൈഫ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ദേർ. കുക്കിംഗ് ഇഷ്ടമാണ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, അത്രേ ഉള്ളൂ. ആണ് അത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് ആനീസ് കിച്ചണിൽ ഒരിക്കൽ നവ്യ നായർ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭാഷണത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ നവ്യ നായരോട് ആനീസ് പറയുന്നുണ്ട്, ഒരു നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന വീട്ടമ്മയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വാക്കിനെ തന്നെ അവർ അണ്ടർലൈൻ ചെയ്ത് വീണ്ടും മറുചോദ്യം നവ്യ ചോദിക്കുന്നുണ്ട്. അതിനൊരു ഒഴുക്കമട്ടിലുള്ള ആൻസറാണ് ഇവർ പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള രീതിയിലുള്ള കുലസ്ത്രീ വാക്കുകളും അല്ലെങ്കിൽ വീട്ടമ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം, സ്ത്രീകൾ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കണം, വീട്ടിൽ പെൺകുട്ടികൾ പാചകം ചെയ്ത് പഠിക്കണം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പല ട്രോളുകളായാലും പല ചർച്ചകളായാലും ആനീസിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളതും അവരുടെ ചിന്തയിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളതും അവരുടെ മകൻ്റെ ഈ ഒരു വീഡിയോയിൽ തന്നെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ എന്നെ കാണിച്ചില്ലേ, ബോഡി ഷേമിങ്, ആ ഒരു പോർഷൻ മാത്രം എനിക്ക് ആ കുട്ടികളോട് വിരോധമൊന്നുമില്ല. പക്ഷെ ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ദാറ്റ്. കാര്യം അത്ര എന്നെ തെറ്റ് തിരുത്തിയതും എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് വ്യക്തമാക്കാൻ പറ്റിയതും അവർക്ക് അത് കാണിച്ചതുകൊണ്ട്. പക്ഷേ ചേച്ചി എന്തിനത് ചെയ്തു എന്നുള്ളത് അവർ കാണിച്ചില്ലല്ലോ. പോലെ ആയിപ്പോയി എന്ന് പറയുന്നതിൽ ഒരു ഇച്ചിരി തെറ്റുണ്ട്. കാരണം അവരുടെ ഇഷ്ടമല്ല, അവർ ആ ചേച്ചിയുടെ ഇഷ്ടമാണ്, ചേച്ചി എങ്ങനെ വരണം, ചേച്ചി എന്ത് രീതിയിൽ മാറ്റണം. പക്ഷെ അത് അമ്മ ഡെഡിക്കേഷനും അമ്മ അത് പറഞ്ഞു. അത് എന്തുമാത്രം അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ എഫേർട്ട് ഇട്ട പുള്ളിക്കാരും അത്രയും ആയി എന്നുള്ളത് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ വളർന്നതിന്റെ പ്രശ്നമായിരിക്കും, ഞാൻ കേൾവിയുടെ പ്രശ്നമായിരിക്കാം, ഇല്ലെങ്കിലായിരിക്കാം. ഞാൻ ഇത്രയും വർഷം കൊണ്ട് കേൾക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ തിരുത്തുന്നുണ്ട്. ഞാൻ അത് ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ദാറ്റ്. പക്ഷേ ഇവല്ലോ പറ്റി ചിരിച്ചു പോയോ എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു നാട്ടു നടപ്പാണ്. എല്ലാവരും ചോദിക്കുന്നത് ആക്കുപോലായി പോയി എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് പറയോ? അമ്മയ്ക്ക് ഫീൽ ചെയ്യോ? ഒന്നും ഫീൽ ചെയ്യും. ഇപ്പൊ എന്നോട് ചേച്ചി ഭയങ്കര വണ്ണമാണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഐ ലവ് മൈ ബോഡി. ഐ ഫീൽ നമ്മുടെ ഇഷ്ടം, നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ആരും അറിയേണ്ട ആവശ്യം. ഇതിൽ ആനി വളർന്ന കാലഘട്ടം അല്ലെങ്കിൽ അവർ സാഹചര്യങ്ങളൊക്കെയാണ് അവരുടെ ചിന്താഗതിയെയൊക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്ന, ഇന്നത്തെ തലമുറകൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് അവർ ഉയർന്നിട്ടില്ല എന്നുള്ളതും വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതിൽ അവർ മാറ്റം വരുത്താൻ അവർ തയ്യാറായിട്ടും ഉണ്ട്. ഏതായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്